കാത്തിരിക്കുന്ന ഒരു അപ്പൂപ്പനെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൂപ്പൻ ഇപ്പോൾ സ്ക്രീനിൽ വരും. ആ അപ്പൂപ്പൻ്റെ പേര് PS ശ്രീധരൻപിള്ള അപ്പൂപ്പൻ എന്നാണ്. PS ശ്രീധരൻപിള്ള അപ്പൂപ്പൻ ഗോവ ഗവർണറാണ്. നമുക്കിപ്പോൾ അദ്ദേഹം ചേരുന്നുണ്ട്. മലയാളികളുടെ സ്വന്തം അപ്പൂപ്പനാണ്. ആ അർത്ഥത്തിൽ സാരംഗിനെ പോലുള്ള കുഞ്ഞുങ്ങളുടെയും അപ്പൂപ്പനാണ് PS ശ്രീധരൻപിള്ള. പക്ഷേ ചെറുപ്പമാണ്, നല്ല യൗവനം ഉള്ളിൽ സൂക്ഷിക്കുന്ന, ഞങ്ങളൊക്കെ വളരെ ആദരവോടുകൂടി കാണുന്ന ഒരാളാണ് PS ശ്രീധരൻപിള്ള. അദ്ദേഹത്തിൻ്റെ ഈ നിയമപാണ്ഡിത്യവും ഭരണഘടനയും ഒക്കെ ഉള്ള ചരിത്രത്തെക്കുറിച്ചുള്ള ബോധവും. പലപ്പോഴും ഞാനൊരു ആർട്ടിക്കിൾ ഒരു പത്രത്തിൽ എഴുതിയപ്പോൾ അതിൻ്റെ ഒരു വർഷം തെറ്റിപ്പോയി. എന്നെ വിളിച്ചിട്ട് ശ്രീ PS ശ്രീധരൻപിള്ള പറഞ്ഞു, അതുകൊണ്ട് അങ്ങനെ തെറ്റാൻ പാടില്ലായിരുന്നു എന്ന് രാവിലെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞത് ശ്രീ PS ശ്രീധരൻപിള്ളയാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PS ശ്രീധരൻപിള്ള, നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി തിരുവോണം. ശ്രീ PS ശ്രീധരൻപിള്ള, അങ്ങേക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? നമസ്കാരം, എല്ലാവിധ ഓണാശംസകളും. ഗോവയിൽ നിന്ന് എപ്പോഴെത്തി? നാട്ടിലാണോ? ഹാപ്പി ഓണം. കേൾക്കാൻ കഴിയുന്നുണ്ട്, ഉണ്ട്. എല്ലാവിധ ഓണാശംസകളും എല്ലാവർക്കും. ശ്രീ PS ശ്രീധരൻപിള്ള, ഞങ്ങൾക്കൊപ്പം ജയരാജ് വാര്യരും എത്തി. ഞാൻ ഇന്നലെ എത്തി, അല്ല മിനിഞ്ഞാന്നെത്തി. ഇന്ന് രാത്രി തിരിച്ചു പോകും. അപ്പം നാട്ടിൽ ഓണമൊക്കെ ഉണ്ട്, തിരിച്ചു പോകും. ഞങ്ങൾക്കൊപ്പം ജയരാജ് വാര്യരും. നമസ്കാരം, കുടുംബത്തിനും ഒരു നമസ്കാരം. അതെ ശ്രീ ജയരാജ് വാര്യർ. നമസ്കാരം സർ. ഓക്കെ, ശ്രീ PS ശ്രീധരൻപിള്ള, ഇതിലേക്കും എൻ്റെ ഹൃദയം നിറയുന്ന ഓണാശംസകൾ. സാരംഗ് കൊണ്ട് ഒരു കുഞ്ഞിനും കൂടി ഉണ്ട്. സാരംഗ്, താങ്ക് യു സർ. അത് കേട്ട് ഞാനിപ്പോൾ വിളിക്കുമ്പോൾ കേട്ടു. അദ്ദേഹം എല്ലാം കൊണ്ടും അനുഗ്രഹീതനാണ്. ശ്രീ PS, പൊതുവെ ഓണം എങ്ങനെയാണ്? ഈ ഗവർണറായതിനു ശേഷം നാട്ടിൽ വരാനൊക്കെ സമയം കിട്ടാറുണ്ടോ ഓണ സമയത്ത്? ഞാൻ ഓണസമയത്ത് കഴിഞ്ഞ കൊല്ലം അവിടെയായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഗോവയിലായിരുന്നു. അതിനു മുമ്പുള്ള മിസോറാമിലായിരുന്ന സമയത്ത് 2 പ്രാവശ്യവും വന്നിട്ടുണ്ട്. അന്ന് പിന്നെ ഓണം ഇല്ലല്ലോ, മറ്റേ എല്ലാം രോഗബാധിതരായിട്ട് നമ്മളെല്ലാം ഇരിക്കുന്നൊരു കാലമായിരുന്നല്ലോ. ഈ ശ്രീ PS ശ്രീധരൻപിള്ള ഗോവ രാജ്ഭവനിൽ തന്നെ ഓണാഘോഷം നടത്തി. ഗോവയിൽ പോയതിനു ശേഷം കുറച്ചുകൂടി ചെറുപ്പമായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നോടുള്ള താങ്കളുടെ സ്നേഹം കൊടുത്ത് മുന്താ. അല്ല, ഞാൻ സത്യസന്ധമായി പറഞ്ഞ കാരണം പൊതുവെ ഈ പിരിമുറുക്കങ്ങളിൽ നിന്നെല്ലാം മാറി എനിക്കൊന്ന് പിരിമുറുക്കങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് കുറഞ്ഞെന്ന് തോന്നുന്നില്ലേ ആ അർത്ഥത്തിൽ? അത് എനിക്ക് പണ്ടും ഈ വാസ്തവത്തിൽ ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്കതിനെയൊക്കെ ഒരു സ്പോർട്സ് ഹോസ്പിറ്റലാണ് ഞാൻ എടുക്കാറുള്ളത്. അസുഖങ്ങൾ വന്നാലും അസുഖങ്ങളൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നുള്ളൊരു വലിയ ആത്മവിശ്വാസം. അതുപോലെ പ്രായമാവുമ്പോഴും ഞാൻ യുവാവാണെന്നുള്ളൊരു തോന്നലാണ് എന്നെ നയിക്കുന്നത്. നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഒരു നിത്യചൈതന്യതയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലേഖനം വായിച്ചിട്ട് അതെപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്, നിങ്ങളുടെ ഇച്ഛാശക്തിയാണ് നിങ്ങളെ രോഗി ആയാൽ പോലും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതും ഈ പിരിമുറുക്കങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ ഇച്ഛാശക്തിയും ആ ദൃഢതയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പോൾ യുവാവായി നിൽക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതെ, അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഞാൻ പോകാൻ ശ്രമിക്കുകയാണ്. ശ്രീ PS ശ്രീധരൻപിള്ള, പൊതുവെ ഓണത്തിന് എല്ലാവരും വീട്ടിലുണ്ടാകുമോ? കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേരുമോ ഈ ഘട്ടത്തിലും? ഇന്നും എല്ലാവരും എത്തുന്നുണ്ടോ? സദ്യയൊക്കെ വീട്ടിൽ തന്നെയാണോ? കുട്ടികളൊക്കെ എറണാകുളത്തുകാരാണ്, അവരെല്ലാം ഇന്ന് എത്തും. അല്ലല്ല, ഇവിടെ എൻ്റെ വൈഫ് ഹൗസും ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓണത്തോടനുബന്ധിച്ചിട്ട് ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഉള്ള ഒരു ഓണമാണ്. അപ്പോൾ എൻ്റെ കുട്ടികളും 2 പേരും എറണാകുളത്താണല്ലോ. അവിടെ ഹൈക്കോടതിയിലെ മോനും മരുമോനും അപേക്ഷകരായതുകൊണ്ട് അവരുടെ കേന്ദ്രം എറണാകുളമാണ്. അവരെല്ലാം വരുന്നു, കുറച്ച് പേര് വന്നു. അപ്പോൾ എല്ലാവരും കൊണ്ടുള്ള ഒരു സമാഗമം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോൾ ശ്രീ PS ശ്രീധരൻപിള്ള, അങ്ങേക്ക് കൂടി വേണ്ടിയിട്ട് നമുക്ക് ഒരു പാട്ടും കൂടെ നമുക്ക് കേൾക്കാം. നമ്മുടെ ജയരാജ് വാര്യരും ബിന്ദുലേഖയുമുണ്ട്. നമ്മൾ പരമാവധി അവരുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊരു തനി മലയാളിയായിട്ട് അങ്ങ് മാറും. തീർച്ചയായിട്ടും അത് കൊള്ളാം. തിരുവോണത്തെക്കുറിച്ചുള്ള പാട്ട് തന്നെ ആയിക്കോട്ടെ. ശ്രീധരൻപിള്ള സാറിന് വേണ്ടി തിരുവോണത്തെക്കുറിച്ചുള്ളൊരു മനോഹരമായ ഗാനം സമർപ്പിക്കാം. ഓക്കെ, ശരി. ആയോ? ശരി.
തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഉത്രാട പൂക്കുന്നിന്നുച്ചിയിൽ പൊൻവേൽ ഇത്തിരി പൊന്നുരുക്കി ഇത്തിരി പൊന്നുരുക്കി കോടി മുണ്ടൊടുത്തും കൊണ്ടോടി നടക്കുന്നു കോമള ബാലനാമോണക്കിളി ഓണക്കിളി ഓണക്കിളി തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. വാവ്, താങ്ക് യു ഇന്ദുലേഖ, താങ്ക് യു ജയരാജ് വാര്യർ, സാരംഗ്. ഒപ്പം ഈ തിരുവോണ ദിനത്തിനെ ഐശ്വര്യപൂർണ്ണമായ ഒരു തുടക്കമാക്കി മാറ്റിയതിന് തീർച്ചയായും നിങ്ങൾ 3 പേർക്കും ഒപ്പം തൃശ്ശൂരിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം റിപ്പോർട്ടിൻ്റെ വക ഓണാശംസകൾ. PS ശ്രീധരൻപിള്ള, ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഈ ഗവർണറുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ജോലിയിൽ നിന്നും ഒക്കെ കിട്ടുന്ന ചില നിമിഷങ്ങളുണ്ടല്ലോ, ആ ഇത്തരം കൂടിച്ചേരലിൻ്റെ നിമിഷങ്ങളിൽ നമ്മൾ സാധാരണ ശ്രീധരൻപിള്ളയായിട്ടങ്ങ് മാറും അല്ലേ? ഞാൻ ഇതിനൊക്കെ വളരെയധികം ആഹ്ലാദപൂർവ്വം സ്വീകരിക്കുന്ന ആളാണ്. വാസ്തവത്തിൽ ഇതൊക്കെ അല്ലേ നമ്മുടെ ഗവർണർഷിപ്പും വക്കീൽ പണിയും ഒക്കെ നമ്മുടെ ഉപജീവനമാണ്. അതെ. പക്ഷെ അതിനപ്പുറത്താണ് കലയും സാഹിത്യവും ഒക്കെ ജീവനമാണ്. അതെ. ഉപജീവനം നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമുക്ക് ജീവിച്ചു പോകാനും ഒക്കെ ബന്ധപ്പെട്ടതാണ്. ഇതല്ല, ഇതെല്ലാം വരുമ്പം ശാശ്വതത്വം ഇതിനാണുള്ളത്. അതെ. ഷേക്സ്പിയറിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാം. ഷേക്സ്പിയറിൻ്റെ കാലത്തെ ഭരണാധിപൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും? കറക്റ്റ്. അപ്പോൾ ഇത് ആ ഒരു നിലയ്ക്കാണ് നമ്മളിതിനെ കാണേണ്ടത്. ഇന്ത്യയുടെ ഏകീകരണത്തിന് പോലും സംഗീതത്തിന് സാധിക്കും, സാഹിത്യത്തിന് സാധിക്കുമെന്ന് കരുതുന്ന, കൂടുതൽ ശക്തമായ ഏകീകരണത്തിന് പോലും സാധിക്കുമെന്ന് കരുതുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാം ഒരു ഉപാസകനാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ താങ്കളോട് ഇത് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുക. താങ്ക് യു PS ശ്രീധരൻപിള്ള. നമ്മൾ കുറേ കാലമായി സംസാരിച്ചിട്ട് പുതിയ പുസ്തകത്തിൻ്റെ പണിപ്പുരയിൽ വല്ലതുമാണോ? ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, PS ശ്രീധരൻപിള്ളയെ കുറിച്ച് കേൾക്കാനില്ലല്ലോ, അദ്ദേഹം പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ എന്ന് പറയാറുണ്ട്. അല്ല, പുസ്തകങ്ങളുടെ നിങ്ങൾക്കറിയാം, ബോട്ടണി പഠിക്കാത്ത ഞാൻ, അതെ, ബോട്ടണി എൻ്റെ ബോട്ടണിയെ കുറിച്ച് എഴുതിയ പുസ്തകം ഇപ്പോഴത് പാഠപുസ്തകമായ ഒരു സ്ഥലത്ത് സ്വീകരിച്ചിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ. കാരണം ബോൺസായി നമ്മുടെ ഇന്ത്യയുടേതാണ്. അത് ഞാൻ ഗ്രാമയാത്ര നടത്തിയപ്പോൾ ഒരു പണ്ഡിതൻ എന്നോട് പറഞ്ഞതാണ്. പിന്നെ ഞാൻ എൻ്റെ രീതിയിൽ അതിനൊരു ഭാഷ്യം നൽകി വിപുലീകരിച്ചു. ഇംഗ്ലീഷ് ഒരു പുസ്തകമാണ്. നമ്മുടെ ഇരിങ്ങാലക്കുടയിലെ നമ്മുടെ സെൻറ്റ് ജോസഫ്സ് കോളേജിൽ പോലും അതിപ്പോൾ റിസർച്ച് സബ്ജക്റ്റായിട്ട് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം തേടി വരുന്നുണ്ട്. അങ്ങയുടെ ഒരു ചോദ്യം കൂടി, ഇപ്പോൾ ഇത്രയും വൈവിധ്യമാർന്ന ഓണാഘോഷങ്ങൾ ഇത്ര വർഷം ആഘോഷിച്ചല്ലോ, അപ്പോൾ ഈ ഓണക്കാലത്തിൽ എന്തെങ്കിലും ഒന്ന് ഓർത്തു വെക്കാനുണ്ടാവുമല്ലോ മുൻപ് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ. അപ്പോൾ ഈ ക്യാമ്പസ് കാലഘട്ടങ്ങളിൽ, കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ ഓർത്തു വെക്കാൻ എന്തെങ്കിലും ഉണ്ടാകുമല്ലോ ഈ ഓണക്കാലത്തെക്കുറിച്ച്? ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കാരണം ഇന്നും ഒരു ഗ്രാമീണനാണ്. അപ്പം ഞാൻ വളർന്നു വന്ന ഗ്രാമം, ആ ഗ്രാമത്തിലെ ഓണം അന്ന്, അത് മാത്രമല്ല അതിൻ്റെ ഓണം ഒരു ഓർമ്മയാണ്, നമുക്കെല്ലാം ഓർമ്മയാണ് നമ്മുടെ ചെറുപ്പകാലം. പ്രത്യേകിച്ച് ഇപ്പം എന്നെപ്പോലെ പുറംനാട്ടിൽ 3-4 കൊല്ലമായി ജീവിക്കുന്ന ഒരാളെ ഗൃഹാതുരത്വം നമ്മളെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ഓണത്തിൻ്റെ ആ ഒരു കാര്യം ഓർമ്മയാണ്. അതോടൊപ്പം തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം. ആ ഓർമ്മപ്പെടുത്തൽ സമൃദ്ധിയുടെ, നീതിയുടെ, ധർമ്മത്തിൻ്റെ, അത്തരത്തിലുള്ള ഒരു നാടിൻ്റെ സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങൾ നെഞ്ചിലേറ്റുമ്പോഴാണ് നമുക്ക് തനിമയുള്ള മലയാളിയാവാൻ, ഭാരതീയനാവാനൊക്കെ സാധിക്കുക.
അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തെക്കാൾ കൂടുതലായി തനിമ നിലനിർത്തിക്കൊണ്ട് ഓണം ആഘോഷിക്കുന്നത് നമ്മുടെ പ്രവാസികളുടെ സംഗമ കേന്ദ്രങ്ങളിലാണ്. അവരുടെ ഉദ്യമങ്ങളായി മാറുമ്പോഴാണ്. അതിന് ഒരു 8 or 10 സ്ഥലത്ത് എനിക്ക് പ്രാവശ്യം എന്നെ ക്ഷണിച്ചിരുന്നു. എല്ലായിടത്തൊന്നും പോകാൻ സാധിക്കില്ല. അപ്പോൾ ഓണം അങ്ങനെ നമ്മുടെ ദേശീയ ഉത്സവം. ഇന്നലെ ഞാൻ MES-ൻ്റെ പരിപാടിയിലെ ഓണസദ്യ പങ്കെടുത്തു. ഞാനായിരുന്നു ഉദ്ഘാടകൻ. 170 കേന്ദ്രങ്ങളിലെ MES മുസ്ലിം എഡ്യൂക്കൽ സൊസൈറ്റി ഫസൽ ഗഫൂർ ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഒരു മതത്തിൻ്റെ ചട്ടക്കൂട്ടിലോ ഈശ്വര സങ്കല്പത്തിലോ അധിഷ്ഠിതമല്ല. അതിനപ്പുറം മലയാളികൾക്ക് അഭിമാന പുരസ്സരം പറയാവുന്ന ഒന്നായി ഓണം മാറുകയാണ്. ഞാൻ ആ സമയത്ത് രാഷ്ട്രീയം പറയുന്നില്ല, ഒന്നുമല്ല. പക്ഷേ അത് അനിസ്ലാമികമാണ്, ആചരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മൂവ്മെൻറ്റ് കേരളത്തിലുണ്ടായ 10 കൊല്ലം മുമ്പുണ്ടായതും ഞാൻ ഓർക്കുന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് അത് വ്യാപിക്കുകയാണ്. ഓണത്തിൻ്റെ മഹത്വം അതാണ്. തീർച്ചയായും അതിൽ പങ്കാളിയാവാൻ സാധിച്ചതിലുള്ള എൻ്റെ സന്തോഷവും ദൈവത്തോടുള്ള എൻ്റെ പ്രതിബദ്ധതയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കും. താങ്ക് യു ശ്രീ PS ശ്രീധരൻപിള്ള. ഒരിക്കൽ കൂടി അങ്ങേക്കും കുടുംബത്തിനും ഒപ്പം ഗോവ രാജ്ഭവനും ഒക്കെ ഞങ്ങളുടെ ഓണാശംസകൾ, ഹൃദ്യമായ ഓണാശംസകൾ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ശ്രീ PS ശ്രീധരൻപിള്ളയാണ്. ഗോവയിലേക്ക് ഒരു ദിവസം വരാം കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ വരുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് സൗഹൃദം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും മാത്രമല്ല, ഗോവയിൽ നിന്നൊരു ദിവസം ഞങ്ങൾ ഒരു മോർണിംഗ് ഷോ ചെയ്താലതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഗോവയിൽ. പക്ഷെ എനിക്കൊന്ന് ഗോവയിൽ മോർണിംഗ് ഷോയേക്കാൾ കുറച്ചുകൂടി നല്ലത് നൈറ്റ് ടൈം ആയിരിക്കും. ഒരു ഈവനിങ്, ഒരു നൈറ്റ് ഷോ ആയിരിക്കും നല്ലത്, അല്ലേ? അത് ഗോവക്കാർക്കുള്ള ഒരു വെയിപ്പാടല്ലോ. അല്ലല്ല, ഞാനും ഫാമിലി ഇത്തവണ ഗോവയിൽ വന്നിരുന്നു. ഞങ്ങൾ 2-3 ദിവസം ഗോവയിൽ ഉണ്ടായിരുന്നു. സൗത്തിലും നോർത്തിലും ഉണ്ടായിരുന്നു. ഒരു സെക്കൻഡ് കൂടി. ഗോവയിൽ ഗോവക്കാരുടെ ഷോപ്പെല്ലാം 1 മണിയിൽ നിന്ന് അങ്ങോട്ട് അടിച്ചാൽ എത്ര വലിയ കച്ചവടം ആണെങ്കിലും അവിടെ അടച്ചിട്ട് പോകും. പിന്നെ അവർ വന്ന് തുറക്കുന്നത് 4 മണിക്കാണ്. ഗോവക്കാരുടെ ഷോപ്പ്, അല്ലാത്ത ഷോപ്പൊക്കെ തുറക്കും. അപ്പോൾ അതിനിടയിലെ താങ്കൾ ഈ ഉദ്ദേശിച്ച കാര്യമില്ലേ, ഈ നൈറ്റ്, അപ്പോൾ ഉച്ചയ്ക്കും അതൊക്കെ കഴിഞ്ഞ് അവരൊന്ന് ഉറങ്ങിയൊക്കെ വരുന്ന ജനങ്ങളാണ് അവിടുത്തെ ഒറിജിനലായ. താങ്ക് യു വെരി മച്ച്. നൈറ്റ് ലൈഫ്. താങ്ക് യു. ജയരാജ് വാര്യർ നമുക്കൊപ്പം ചേരുന്നു. ഒരു വാചകം എന്തോ ജയരാജ് വാര്യർ പറയാനുണ്ട്. ശ്രീ ജയരാജ് വാര്യർ. പറഞ്ഞാട്ടെ. ശ്രീ ജയരാജ് വാര്യർ എന്തോ കൈ ഉയർത്തിയത് പോലെ ഞങ്ങളുടെ PCR ശ്രദ്ധിച്ചു. എന്തോ താങ്കൾക്ക് പറയാനുണ്ട് മലയാളികളോട്. മലയാളികളോട് പറയാനുള്ളത്, നമ്മുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം മറന്ന് നമ്മൾ 4 ദിവസം മനുഷ്യരായി ജീവിക്കുന്നതാണ് ഓണം. എല്ലാം മറന്ന്, അതായത് നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ സ്നേഹങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ, ഇതിനെല്ലാം വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുക. ഈ 4 ദിവസം കൊണ്ട്, ഈ ഓണം ആഘോഷിക്കുന്ന 4 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു എനർജി കിട്ടും. അതെ, ആ എനർജി 1 വർഷക്കാലം നീണ്ടു നിൽക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. താങ്ക് യു ശ്രീ ജയരാജ് വാര്യർ, ഇന്ദുലേഖ, സാരംഗ്, PS ശ്രീധരൻപിള്ള നമുക്കൊപ്പം ചേർന്നതിന്.